ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ആഹാരം കഴിക്കണം? അധികം പേർക്കും അതിനൊരു വ്യവസ്ഥയുമില്ല. കിട്ടുന്നതൊക്കെ കിട്ടുമ്പോഴെല്ലാം കഴിക്കാമെന്ന ഒരു സ്വഭാവമില്ലാത്തവർ ചുരുക്കമാണെന്ന് തന്നെ പറയാം. ഈ സമ്പ്രദായം ശരീരത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. നിശ്ചിത സമയങ്ങളിൽ നല്ല വിശപ്പുള്ളപ്പോഴാണ് ആഹാരം കഴിക്കേണ്ടത്. ഒരിക്കൽ ആഹാരം കഴിച്ചാൽ അത് പൂർണ്ണമായും ദഹിച്ച ശേഷം വയറിന് സ്വല്പം വിശ്രമം ആവശ്യമാണ്. അതിനവസരം കൊടുക്കാതെ തന്നെ ഇടവേളകളിൽ വിശപ്പില്ലാതിരിക്കെ എന്തെങ്കിലും ഭക്ഷിച്ചാൽ കുറേ ദഹിച്ചതും ദഹിക്കാത്തതുമായ സാധനങ്ങൾ ഒരുമിച്ച് ചേർന്ന് വയറിനെ ആകപ്പാടെ കുഴപ്പത്തിലാക്കുന്നതിനു പുറമെ ദഹനേന്ദ്രിയങ്ങളുടെ അധ്വാനഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അധ്വാനഭാരം ക്രമാതീതമാകുമ്പോൾ പണിമുടക്കം സ്വാഭാവികമായും സംഭവിക്കുന്നു. ശോധനക്കുറവ്, ദഹനക്കേട്, ഗ്യാസ് ട്രബിൾ ഇതെല്ലാം മേൽപ്പറഞ്ഞ പണിമുടക്കിൻ്റെ പരിപാടികളാണ്. മനസ്സിന് അസ്വാസ്ഥ്യം നേരിടുമ്പോൾ അതിനുള്ള ഒരു പ്രതിരോധ നടപടിയായി ചിലർ കുടിക്കുന്നു, മറ്റു ചിലർ കഴിക്കുന്നു. തൽക്കാലത്തേക്ക് ഒരു രക്ഷ കിട്ടിയേക്കാം, എന്നാൽ പിന്നീട് അത് പല ദോഷങ്ങളും വരുത്തിവെക്കും. നമ്മുടെ രക്തത്തിൻ്റെ ഘടനയിൽ ആസിഡ്, ആൽക്കലി എന്ന രണ്ടു വസ്തുക്കൾ ആവശ്യമാണ്. ഇത് കിട്ടേണ്ടത് ഭക്ഷണ സാധനങ്ങളിൽ നിന്നാണ്. ഈ രണ്ടു രാസവസ്തുക്കളുടെയും അനുപാതം ശരിയായ അളവിൽ ആയിരിക്കണം. 20% ആസിഡും 80% ആൽക്കലിയുമാണ് ശരീരത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് രക്തത്തിൽ ഉണ്ടായിരിക്കേണ്ട ശരിയായ അളവിൻ്റെ അനുപാതം. ഈ ആസിഡ് ആൽക്കലി ബാലൻസ് തെറ്റിയാൽ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളും തകരാറിലാകുന്നു. വളരെ കൂടുതൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് മിക്കവാറും ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ആൽക്കലി നമുക്ക് ലഭിക്കുന്നത് ഫലമൂലാദികളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണ്, വിശേഷിച്ച് പച്ചയായി തിന്നുന്ന പച്ചക്കറി സാധനങ്ങളിൽ നിന്നും. ആൽക്കലിയുടെ കുറവും ആസിഡിൻ്റെ കൂടുതലും പല രോഗങ്ങൾക്കും കാരണമായി തീരുന്നു. നമ്മിൽ സ്വതവേയുള്ള ആൽക്കലി പലപ്പോഴും മനോവികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില ദ്രാവകങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ബഹുഭൂരിപക്ഷം ജനങ്ങളും വളരെയധികം അസിഡിക്കായിട്ടുള്ള പദാർത്ഥങ്ങളാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ആസിഡ് അധികമാവുകയും ആസിഡോസിസ് എന്ന സുഖക്കേടുകൾക്ക് അടിമയാവുകയും ചെയ്യുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.